കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. 2021 മുതൽ കുട്ടികളുടെ കസ്റ്റഡിയുമായി ബന്ധപ്പെട്ട് പാലിക്കേണ്ട പ്രധാനപ്പെട്ട ചില ഗൈഡ് ലൈൻസുകളെ കുറിച്ചിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഒരു കേസിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ കേസിൽ പറഞ്ഞിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പോയിൻ്റാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് കുട്ടിയുടെ അച്ഛൻ ഇന്ത്യയിലാണ്, കുട്ടിയും കുട്ടിയുടെ അമ്മയും ഇന്ത്യക്ക് പുറത്ത് ഒരു വിദേശ രാജ്യത്താണ് താമസിക്കുന്നത് എന്ന് വിചാരിക്കുക. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ കുട്ടി വെക്കേഷനുമായി ബന്ധപ്പെട്ട് നാട്ടിലേക്ക് വരികയാണ് എന്നുണ്ടെങ്കിൽ അച്ഛനെ മാക്സിമം ദിവസം കുട്ടിയുമായി ഇൻട്രാക്ട് ചെയ്യുവാനായിട്ട് നൈറ്റ് കസ്റ്റഡി അടക്കം അനുവദിച്ച് കൊടുത്തിരിക്കണം എന്നാണ് കോടതി പറഞ്ഞിട്ടുള്ളത്. ഇപ്പോൾ ഈ വെക്കേഷനൊക്കെ വരാൻ പോകുന്ന ഒരു സാഹചര്യമാണ്, അല്ല ഗൾഫ് വെക്കേഷൻ പോലുള്ള വെക്കേഷൻസും അല്ലാത്ത സംഭവങ്ങളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ഈ നടപ്പ് സിസ്റ്റം അല്ല ഫോളോ അപ്പ് ചെയ്യേണ്ടത്. പകരം എന്താണ്, 2 ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റിൽ വസിക്കുന്ന പാരൻസ് ആണ് എന്നുണ്ടെങ്കിൽ ഏത് പാരൻറ്റിനാണോ കുട്ടിയുടെ കസ്റ്റഡി ഡിനേ ചെയ്തിട്ടുള്ളത് ആ വ്യക്തിക്ക് വേണം കുട്ടി ഇന്ത്യയിലേക്ക് വരുമ്പോൾ മാക്സിമം ദിവസം കസ്റ്റഡി കൊടുക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 50-50 പോലെയോ അല്ലെങ്കിൽ വീക്കെൻഡ് പോലെയോ അതൊന്നും ഇവിടെ ആപ്ലിക്കബിൾ അല്ല. മാക്സിമം ഡേറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് കിട്ടുവാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, കോടതിയിൽ ഒരു ഗാർഡിയൻ OP ഫയൽ ചെയ്യുക. ഗാർഡിയൻ OP ഫയൽ ചെയ്തതിന് ശേഷം കുട്ടി എന്നാണ് നാട്ടിലേക്ക് വരുന്നത് എന്നും എന്നാണ് തിരിച്ചു പോകുന്നത് എന്നുള്ളതും കുറിച്ചിട്ട് അതിന് താഴെ ഒരു IA പെറ്റീഷൻ ഫയൽ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം ഡേയ്സ് നമുക്ക് അനുവദിച്ച് തരണമെന്ന് കോടതിയോട് അപേക്ഷിക്കുക. നേർപ്പറഞ്ഞ സുപ്രീം കോടതി വിധിയും നമ്മളതിൽ പ്രസ്താവിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമുക്ക് അനുകൂലമായിട്ടുള്ള ഒരു വിധി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ നിന്നുകൊണ്ടിരിക്കുന്ന പാരൻസ് ആരെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ഉത്തരവ് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലിലേക്ക് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.